Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ട്രേഡിംഗിൽ എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്, കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. നമ്മുടെ ഓഫീസ് ആലപ്പുഴ ചൈതല KSRTC സ്റ്റാൻഡ് എടുത്താണ്. അപ്പോൾ ഡയറക്റ്റ് വരുന്നവർക്ക് കോൾ ചെയ്ത് വരാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റി അതിൻ്റെ ഓപ്ഷൻസുമാണ്. അപ്പം ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഇരിക്കുന്നത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ചാർട്ടാണ് 21. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയിൻ, അതായത് നമുക്ക് ഓപ്ഷൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയാണ് ആ ഒരു ചാർട്ടിൽ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് ശേഷമാണ് ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 21,400 എടുത്തപ്പോൾ നമ്മൾ ഈ സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്യുമ്പം അത് നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. കാരണം അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ആ ഒരു സ്ട്രൈക്ക് സെലക്ഷൻ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കി ചെയ്യാവുന്നതാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 21,400 ചാർട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് എടുത്താലും നമ്മളൊരു ഓപ്ഷൻ ബയറാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ എപ്പോഴും ബൈ സിഗ്നലേ കാണിക്കാവുള്ളൂ. ബൈ സിഗ്നൽ കാണിച്ചാൽ മാത്രം പോരാ, അത് കൺഫേം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കൺഫേം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബൈ സിഗ്നലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈ സിഗ്നൽ വന്നിരിക്കുന്ന ഈ ക്യാനിലാണ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട സെക്കൻഡ് ക്യാനിലാണ്. കാരണം അത് നമ്മുടെ എൻട്രി പോയിന്റ് ഇപ്പോൾ ഒരു സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് ക്യാനിൽ 2 കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ ബൈ സോൺ. അതുപോലെ സെക്കൻഡ് ക്യാനിലെ തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉള്ളു. ഈ കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ പ്രീമിയം ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ചു വരുന്നുണ്ട് 21,400 കോൾ ഓപ്ഷന് 305 ബൈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മേളിലോ താഴത്തുള്ള പ്രൈസ് കിട്ടും. നമ്മൾ ട്രേഡ് എടുക്കേണ്ട നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് ഇടുന്ന പ്രൈസിൽ എക്സിക്യൂട്ട് ചെയ്യാം. 305 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഈ ലെവൽ വരുമ്പോഴത്തേക്ക് എക്സിറ്റ് ചെയ്യാം. സോഫ്റ്റ് കാണിച്ചത് ലെവൽ എന്ന് വെച്ചാൽ 335, 389, 384, 40 ടാർഗറ്റ് സോഫ്റ്റ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് നമ്മളെപ്പോഴും ഇങ്ങനെ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഫ്റ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്, ആ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയിരിക്കുക. ഇപ്പോൾ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് സെക്കൻഡ് തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 ടാർഗറ്റ് വരെ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 70 പോയിന്റ് കയറി നിൽക്കുക. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ഓപ്ഷൻ ട്രേഡിൽ ഒരൊറ്റ ട്രേഡ് മതി. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രേഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഒരൊറ്റ ട്രേഡ് മതി. നമുക്ക് നല്ല രീതിയിൽ മന്ത്ലി റിട്ടേൺ നല്ല രീതിയിൽ നമുക്ക് മന്ത്ലി റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്ത് 21,400 കോൾ ഓപ്ഷൻ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ചാർട്ടാണ് നമ്മൾ നോക്കേണ്ട. ആദ്യം നമ്മളെപ്പോഴും അതിൻ്റെ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ മെയിൻ ചാർട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. കോൾ ഓപ്ഷൻ എടുക്കണം, പുട്ട് ഓപ്ഷൻ എടുക്കണം. ഇപ്പോൾ ബാങ്ക് ഇതിപ്പോൾ നിഫ്റ്റിയാണ്. നിഫ്റ്റി നമുക്ക് ഇവിടെ ബൈസിക്കിൾ വന്നു. അപ്പോൾ നിഫ്റ്റി ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട് നിഫ്റ്റി ബൈ അറ്റ് 21,578. അതായത് ബൈ എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു. 21,578 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഈ 528 നിന്ന് അതിൻ്റെ താഴത്തുള്ള ലെവൽ ഇൻ ദ മണിയിൽ പോകാം. ആ ലെവൽ തന്നെ അറ്റ് ദ മണിയായിട്ട് എടുക്കാം. ഔട്ട് ഓഫ് ദ മണിക്കാരെ മേലുള്ള ഏത് ലെവൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ലെവൽ പിടിച്ചാണ് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ പിടിച്ചാണ് ഞാൻ അതിൻ്റെ 21,400 ഇൻ ദ മണിലോട്ട് എടുത്തത്. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് നോക്കി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഇവിടെ സോഫ്റ്റ്വെയറിനെ എഴുതി കാണിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ലെവൽ ഏത് ലെവലാണ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി സിഗ്നലിൽ വന്നിരുന്ന ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുക. അവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ ഹാൻഡിൽ ഡീറ്റെയിൽസും അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ലിങ്ക് ഇട്ടുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ചാർട്ടിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇത് കണ്ടോ, റെഡ് സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ട്. താഴത്തൊരു ബ്ലൂ ഉണ്ടല്ലോ, റെഡ് സ്റ്റാർസ് റെസിസ്റ്റ് ചെയ്യുന്നതും താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടും കാണാൻ പറ്റും. അതുപോലെ സൈഡ് വേസ് വരുമ്പോൾ അത് സോഫ്റ്റ്വെയർ കാണിച്ചു. അതുപോലെ സഡൻ ആയിട്ടുള്ള റിവേഴ്സിലും ക്രോസ് ഡൗൺ പോലുള്ള നമുക്ക് ഇതുപോലെ അലർട്ട് മെസ്സേജ് ഇൻഡിക്കേഷൻ തരും. ഇതിൻ്റെ കൂടെ ഒരു സ്കാനർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. നമുക്ക് ഓപ്ഷനിൽ ഡയറക്റ്റ് സ്കാനറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സെയിം സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹം കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.